ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഫോർട്ട് കൊച്ചി പോകുന്നത്. ഫസ്റ്റ് ഡേ കാർ പാർക്കിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ട് ബീച്ചിൽ പോയി തിരിച്ചു വന്നു. സെക്കൻഡ് ഡേ ഞങ്ങൾ ബൈക്കിലാണ് പോയത്. സൂചി കുത്താൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും, പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഒരു യെല്ലോ ലൈറ്റ് വിപ്ലവമായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകൾ, ഫുഡിൻ്റെയും ടോയ്സ് വിൽക്കുന്നതും അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ അത്. പിന്നെ പൊന്നൂസ് വന്നിട്ട് ടോയ്സ് നോക്കാൻ പോയി. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയൊരു ഐറ്റമാണിത്. പിന്നെ ഞാൻ സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ് കമ്മൽ കട. ഏത് പൂരപ്പറമ്പിൽ പോയാലും ഒരു കമ്മലെങ്കിലും, മിനിമം ഒരു കമ്മലെങ്കിലും വാങ്ങിക്കാതെ തിരിച്ചു വന്ന ചരിത്രമില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് കമ്മൽ കളക്ഷൻസ് ഉണ്ട്. 10-15 കൊല്ലം മുമ്പുള്ള കമ്മൽ വരെ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത്രയും നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും കേട്ടോ. ഇവിടെ നിന്നും ഞാൻ പല ടൈപ്പ് കമ്മൽസ് വാങ്ങിയായിരുന്നു. പിന്നെ പൊന്നൂസ് അവിടെ ഡാൻസ് കളിച്ചു. പിന്നെ ഒരു ഭായ് ഒത്തിരി ബബിൾസൊക്കെ കൊണ്ടുവന്ന് പൊന്നൂസിനെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പൊന്നൂസിനെ മാത്രമല്ല, അതിലേത് കുട്ടികൾ പോയാലും ആര് പോയാലും പുള്ളിക്കാരൻ അവിടെ നിന്ന് ബബിൾസ് ചെയ്തിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഫെസ്റ്റീവ് വൈബായിരുന്നു പുള്ളിയെ ചെയ്യുന്നതുകൊണ്ട്. കണ്ടോ, പിന്നെയും പൊന്നൂസ് അതിങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് പിന്നെയും പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത്. പിന്നെ ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണിത്. ഇതാവുമ്പോൾ ഒത്തിരി പ്രോട്ടീൻസും നട്ട്സും അങ്ങനെ എല്ലാം കൂടി വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പൊന്നൂസിനും ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അത് അവിടെ ഇരുന്ന് കഴിച്ചു. ഒത്തിരി പേര് അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു. ഒരുപാട് പേര് അവിടെ ആ ഗ്രൗണ്ടിൽ ഇരിക്കുകയും ഗ്രൂപ്പായിട്ട് ഇരിക്കുകയും വൈബ് ചെയ്ത് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് അവിടെ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ആക്ടിവിറ്റി കാണാൻ പോയി. അവിടെ ഒത്തിരി പേരിങ്ങനെ കൂടി നിൽക്കുന്ന കണ്ട് പോയി നോക്കിയതാണ്. അപ്പോൾ ഒരു ലേഡി ഒരു റിങ് വയറിലൂടെ ഇട്ടിട്ട് ആ ലേഡി ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേറൊരു ലേഡി തല ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി. പിന്നെ അവരുടെ കൈ കടത്തി. പിന്നെ അവർ ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ. റിങ് വലുതാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാവും. കണ്ടോ, അവരാദ്യം തല കടത്തി, പിന്നെ ഒരു കൈ കടത്തി, അതിന് ശേഷമാണ് അടുത്ത കൈ കടത്തുന്നത്. അപ്പോൾ അവിടെ അവരുടെ തന്നെ കുട്ടികൾ പലരും ഉണ്ട്. അവർ ക്യാഷ് ചോദിക്കുന്നുണ്ട് പലരോടും. പലരും കൊടുക്കുന്നുണ്ട്. ഞങ്ങളും കൊടുത്തു ഒരു ചെറിയ എമൗണ്ട്. കാരണം അവർ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതാണല്ലോ, നമ്മളത് ആസ്വദിക്കുന്നുണ്ടല്ലോ, എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ക്യാഷ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു നിലപാട്. കണ്ടോ, ആ ലേഡി ഒരു ഹാഫ് പാർട്ട് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തെ സൈഡ് വന്നു. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുവാണ് കേട്ടോ. ആ തല കിടന്ന സമയത്താണ് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് നോക്കുന്നത്. അധ്വാനിക്കുന്നവൻ പണത്തിന് അർഹനാണ്. വോയിസ് ഓവർ ഇത്രയും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് കംപ്ലീറ്റ്ലി പോയി. ഡിസംബർ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സൗണ്ട് ഓഫായി പോവും മിക്കപ്പോഴും. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ടു. പിന്നെ അവർ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ആക്ടിലേക്ക് കടന്നു. അത് അവരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വട്ടം കൂടി, ഒത്തിരി ആളുകൾ വന്നു ഇവരുടെ ഈ ഒരു ആക്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു റിങ് വെച്ചിട്ട് ഈ ലേഡി അത് പിടിച്ചു വയ്ക്കും. പിടിച്ചു തന്നിട്ട് അയാൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ചാടുന്ന ഒരു ആക്റ്റാണ് കേട്ടോ. ആ ചെറിയൊരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ അയാൾ ചാടുന്നു. അങ്ങനെ ഒരു ആക്ട് അവർ ചെയ്തു. പിന്നെ ചെയ്തത് ഇതായിരുന്നു. ഈ ലേഡി ഇവിടെ കിടക്കുന്നു, എന്നിട്ട് അയാൾ ആ ലേഡിയുടെ മുകളിൽ കൂടെ നടന്നു പോകുന്നതായിട്ട്. സത്യത്തിൽ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്ക് പോയത്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ മഴമരം. ഈ മഴമരത്തിലാണ് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ലൈറ്റ്സ് എല്ലാം ഇടുന്നത്.
ഈ പ്രാവശ്യം 1.5 ലക്ഷത്തോളം ബൾബ് മാത്രം 1.5 ലക്ഷത്തോളം ഇട്ടിട്ടുണ്ടെന്നാണ് അറിവ്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് കുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എല്ലാ വർഷവും ഇടാറുണ്ട് ബൾബ്സ്. അപ്പോൾ ഓരോ വർഷവും ഓരോ കളറാണ്. പിന്നെ അവിടെ ഒരു ചെറിയ സാന്റേനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ ഗിഫ്റ്റ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാന്റ ആയിരുന്നു അത്. ഇതല്ലാതെ വലിയൊരു സാന്റ വേറെ ഉണ്ട് വെളി ഗ്രൗണ്ടിൽ തന്നെ. പക്ഷെ പരേഡ് ഗ്രൗണ്ടിൽ ഒരു സാന്റ കൂടി ഉണ്ട്. അതും ആ 2 സാന്റേനെയും കത്തിക്കും. ന്യൂ ഇയറിന് 2 സാന്റേനെയും കത്തിക്കും എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. പിന്നെ ഞങ്ങൾ കണ്ടത് ഇതാ ഇങ്ങനെ ഒരു മിററും പിന്നെ ഇങ്ങനെ ഒരു ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഒരു അടിപൊളി ഒരു ഐറ്റവും. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൊന്നൂസ് ഇങ്ങനെ ടോയ്സിൻ്റെ ഒക്കെ അടുത്തേക്ക് പോയി. ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. പൊന്നൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്യൂട്ട് കൊറിയൻ ഐറ്റംസൊക്കെ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടു. കുറച്ച് ചെറിയ ചെറിയ ക്യൂട്ട് ഐറ്റംസ് വാങ്ങി. ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഒന്നും വർക്കാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ എമൗണ്ട്, ഒരു 1500 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം അതിനകത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. അതൊരു പ്ലസ് പോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ കയ്യിലുള്ളത് മാത്രമേ തീരുള്ളൂ. ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ ചിലവായി പോകും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും വാങ്ങി കയ്യിൽ വെക്കും. ഇതിപ്പോൾ ആരുടെയും കയ്യിൽ എമൗണ്ട് ഉണ്ടായിരുന്നില്ല, ക്യാഷായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ അവിടെ ബജിക്കട, അങ്ങനെ ഫുഡിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ബൺമസ്ക പോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു സ്പേസാണ് കമ്മൽ കട. ഞാൻ ഏത് പള്ളിപ്പെരുന്നാളിനും ഏത് പൂരപ്പറമ്പിൽ പോയാലും കമ്മൽ വാങ്ങിയിട്ട് മിനിമം ഒരു കമ്മലെങ്കിലും ഞാൻ വാങ്ങും. ക്രിസ്മസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ ഓഫറിൽ നല്ല രീതിയിൽ ഹാഫ് റേറ്റിൽ ഇതേ സാധനങ്ങൾ തന്നെ ഞാൻ വേറൊരിടത്തു നിന്ന് വാങ്ങിയപ്പം ഇതിൻ്റെ ഡബിൾ റേറ്റ് ആയിരുന്നു ക്രിസ്മസിന് മുമ്പ് വാങ്ങിയതുകൊണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റ് സംഭവങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഫോട്ടോച്ചിക്ക് വരുന്നത്. ഈ യെല്ലോ ബൾബാണ് ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്നത്. ഇതിനു മുമ്പും ഒരു തവണ ഏതോ ഒരു വർഷം യെല്ലോ ബൾബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ തവണയും ഓരോ കളറാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു വോയിസ് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്.